ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നുള്ളതും കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് മീൻ കറിയാണ്. അതിനായിട്ട് കുറച്ച് വറ്റ എടുത്തിട്ടുണ്ട്. നല്ല ദശക്കട്ടിയുള്ള മീനാണ്. ഇനി ഒരു ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് നന്നായി വാടി വരണവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയാണ്. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മുളക് പൊടി ഇടുന്നതിൻ്റെ കൂടെ ഇട്ടാലും മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സവാള ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്, കളർ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് 2-3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നടുകെ കീറിയാണ്. വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾക്ക് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. 3 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ കുത്തൽ പോണ അത്ര ഇളക്കി കൊടുക്കണേ. ഇപ്പം നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി മറ്റേതിലിട്ടുണ്ടല്ലോ, അതിലിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇത് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആ തേങ്ങ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമുക്ക് എന്തോരം വെള്ളം വേണോ, നമ്മൾ ഈ നല്ല ദശക്കട്ടിയുള്ള മീനാണല്ലോ, അപ്പോൾ അത് വെന്ത് വരാനുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഓരോരുത്തർക്കും എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിപ്പോവും. നമ്മൾ അടച്ചു വെച്ചാണ് വേവിക്കുന്നത്, എന്നാലും കുറച്ച് വറ്റും. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 കൊടംപുളിയാണ്. ഇത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. നമ്മൾ കൊടംപുളി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ല പുളി. അതല്ല ഈ മരം പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ പുളി വാങ്ങരുത്, അത് കൊള്ളില്ലാത്തതായിരിക്കും. ഓരോ പുളീനെയും ചെറുതാക്കി നുറുക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കണം. കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. തിളച്ച് വന്നിട്ടുണ്ട് ഈ ചാറ്. അപ്പോൾ നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ വെള്ളം മുഴുവൻ വറ്റിപ്പോവും. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. വീണ്ടും അടച്ചു വെച്ചായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതിവിടെ ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇട്ട് കൊടുത്താണ്, എന്നാലും വേപ്പില കൂടുതലുള്ളപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വറ്റ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.